ഈ നട്ട് അഴിക്കുക. ആ നട്ട് ഏതാ നമ്മൾ നോക്കാൻ പോവുകയാണ്. നട്ട് 13mm ആണ് ഈ വണ്ടിയുടെ. ഓരോ വണ്ടിക്ക് ഓരോന്നായിരിക്കും കേട്ടത്. 13mm 14 ഞാൻ ഉപയോഗിക്കുന്നത്. അവിടെ കയറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫ്രഞ്ച് എടുക്കുക. ആ ഫ്രഞ്ച് നമ്മൾ കയറ്റി അത് കഴിഞ്ഞ് ഫ്രഞ്ച് അവിടെ ഓൾറെഡി ഉള്ള സാധനം ഊരി പോരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഓക്കെ, ഫ്രഞ്ച് ഞാൻ ജസ്റ്റ് അവിടെ കുത്തി കയറ്റി വെച്ചു. ഇതെങ്ങനെയാണെന്നുണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, റൈറ്റിലേക്കാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് അഴിക്കും. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അപ്പുറ സൈഡിൽ, കാരണം നമ്മൾ പുറകിൽ നിന്നല്ല നിൽക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ വലത്തോട്ടാണ് ഞാൻ ഇവിടെ നിന്ന് അഴിക്കുന്നത്, അതേ സൈഡിലേക്ക് തന്നെയാണ്, ഓപ്പോസിറ്റ് സൈഡിലാണ് ഇത് എടുക്കുന്നത്. ഇല്ലെങ്കിൽ തിരിഞ്ഞൊന്ന് കറക്കി വയ്ക്കാനും മതി. ഞാനിങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം ഞാൻ പണ്ട് എൻ്റെ ഒരു വണ്ടിയുടെ ഈ ആദ്യം പറഞ്ഞ് ഞാൻ ഓടിച്ചെടുത്തു, കഴിഞ്ഞ രണ്ടാമത്തെ പിന്നെ ഓടിച്ചെടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിത് കറക്റ്റായിട്ട് നോക്കും. ഓക്കെ, അങ്ങനെ ഇത് രണ്ട് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിപ്പർ എടുക്കാം. ബാക്കി ആദ്യം ബാക്കിയാണ്. അപ്പോൾ നട്ടത് ഇങ്ങനെ അഴിച്ചെടുക്കുക. ലൂസായി കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ട് നമുക്ക് ഊരാൻ പറ്റും. എനിക്ക് താഴത്ത് ഊരാൻ പറ്റില്ല, താഴത്തെ ഭയങ്കര ടൈറ്റാണ്. എൻ്റെ രണ്ട് സൈഡിലും താഴത്തെ ടൈറ്റാണ്. പക്ഷേ താഴത്തെ ഊരിൻ്റെ അത്യാവശ്യമില്ല, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ല തുരുമ്പൊക്കെ ഉണ്ടെന്ന് നോക്കണം. കാരണം തുരുമ്പൊന്നുമില്ല, പൊടിയൊന്നും ആവാണ്ട് നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് ഞാൻ ടൂൾ ബോക്സിൽ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പയ്യെ ഇത് പുറത്തേക്ക് ലിഫ്റ്റ് ചെയ്യുക. പക്ഷേ അതിന് മുമ്പ് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കേട്ടോ, രണ്ട് സ്ക്രൂ അഴിക്കേണ്ടത്. നമ്മൾ ഫേസ് ചെയ്യാണ്ട് റൈറ്റിലേക്ക് ടൈറ്റ് ചെയ്യും, ലെഫ്റ്റിലേക്ക് അഴിക്കും. ഒത്തിരി ടൈറ്റാണ്, നോക്കാം. കാരണം കുറേ പിടിച്ചിട്ട് പോരുന്നില്ല. ഓക്കെ, ഞാൻ അന്ന് ക്യാമറ മാറ്റിയിട്ട് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ചിറ്റി വെച്ച് തട്ടി അഴിച്ചിട്ട് ഞാൻ ഓൾറെഡി അഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇത് എടുത്ത, കാരണം ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ രണ്ട് സ്ക്രൂ അഴിച്ചെടുത്തു. ഞാൻ പയ്യെ ടോപ്പ് മാത്രം ലിഫ്റ്റ് ചെയ്യുക. താഴെ പിവറ്റ് ചെയ്തു, താഴത്തെ ഊരി പോരാ, അതിൽ പിവറ്റ് ലിഫ്റ്റ് ചെയ്തു. ഇനി ഞാൻ എൻ്റെ അകലേക്ക് തള്ളുക ചെയ്തു, വണ്ടിയുടെ അകത്തേക്ക് തള്ളുക ചെയ്യേണ്ടത്. ഇത്തിരി ടൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അനക്കി എടുക്കുന്നത്. അപ്പോൾ താഴത്തെ ആ നെട്ട് പോകുന്നില്ലെങ്കിലും നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ. സ്ലൈഡിങ് പിൻ എന്നാണ് പറയുക അതിന്. അപ്പോൾ ആ സ്ലൈഡിങ് പിൻ ഇത് കേബിളുമായിട്ട് അതിൻ്റെ എൻ്റെ സ്ലൈഡിങ് പിന്ന് അത് ജസ്റ്റ് ഷൂ ഒക്കെ നോക്കുമല്ലോ കുഴപ്പമുണ്ടോയെന്ന്. ഷൂ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഊരിയെടുക്കാനുള്ള കാരണം ഞാൻ റീസെൻ്റ്ലി ഒന്ന് അഴിച്ചിട്ടാണ്. ബ്രേക്ക് പിന്നെയും ടൈറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ കാലിപ്പർ മേലെ വെച്ചേക്കുന്നത് അതിൻ്റെ കേബിളിൽ എപ്പോഴും ഞാൻ പറയുന്നത് പോസിനൊന്നും പറ്റാണ്ടാണ്. അല്ലെങ്കിൽ ബ്രേക്ക് ഷൂ എടുക്കുക, ചുമ്മാ സ്ലൈഡ് എടുക്കുക രണ്ട് സൈഡിലേക്കും. ഓൾറെഡി ഒരു താഴെ പോകുന്നു. ബ്രേക്ക് ബ്ലീഡ് ചെയ്യാനായിട്ടേ വണ്ടി സ്റ്റാർട്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ബ്രേക്കിൻ്റെ ആ കണ്ടെയ്നറിൻ്റെ ക്യാപ്പ് റിസർവയറിൻ്റെ ക്യാപ്പ് പോയി ഇടുക. അതായത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഗ്ലൂ ഗണ്ണാണ് കേട്ടോ. ഗ്ലൂ ഗണ്ണാണ്. $2 ഉള്ളൂ. നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ടൂൾ മേടിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അത് പുറകിൽ സൂക്ഷിക്കണം. വേറെ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഓസൊന്നും പൊട്ടിക്കാതെ ജസ്റ്റ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ കണക്ട് ചെയ്ത് വെച്ചിട്ട് ക്യാമറ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അവിടെ ഒരു നെറ്റ് ഉണ്ട് എനിക്ക് ഈ വണ്ടിക്ക്. എല്ലാ വണ്ടിക്കും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോൾഡ് ചെയ്യാൻ എന്തൊരു സാധനം കാണും. അത് വെച്ചിട്ട് ഇത് നമ്മൾ വെച്ചിട്ട് കൈ കൊണ്ട് കംപ്രസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ കൊണ്ട് ഇടിയപ്പത്തിൻ്റെ സാധനം ഉണ്ടായിരുന്നില്ലേ, അതുപോലെ പയ്യെ കംപ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മീൻസ് ഇതിപ്പോൾ ചെറിയ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കംപ്രസ് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് ഒന്നും പെട്ടെന്ന് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് ഇത്. എല്ലാവരും ചെയ്യണം. പൊളി ഐഡിയ എന്നല്ല, പക്ഷേ അത്യാവശ്യ ഘട്ടങ്ങളിൽ വേറെ നിവൃത്തിയില്ലായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാം. കണ്ട ചെറുതായിട്ട് കംപ്രസ് ഗ്യാസ്കറ്റിൻ്റെ അവിടെ നോക്കിയത് കംപ്രസ് ആയി പോകുന്നുണ്ടോ. ഇത് കഴിഞ്ഞാൽ പ്ലേറ്റ് ഇടാം. സോറി